ഹലോ, ഫാങ്കോസ് ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഡെയിലി രാവിലെ 4 മണിക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് മോന് സ്കൂളിൽ പോകണം. 7:45 മോൻ്റെ വണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ എഴുന്നേറ്റതാണ്. ആദ്യമേ ഞാനും എൻ്റെ കൊച്ചിനും കൂടെ വേണ്ടിയിട്ട് ചായയൊക്കെ റെഡിയാക്കി വെച്ചു. അതിനുള്ള വെള്ളം വെച്ചു. പിന്നെ അടുപ്പിൽ അരി തലേ ദിവസം ചോറ് കഴുകി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ചോറ് തിളപ്പിച്ച് സ്റ്റീൽ കലത്തിൽ അങ്ങ് അടച്ചു വെക്കുകയുള്ളൂ. നന്നായിട്ട് തിളച്ചതിന് ശേഷം അടച്ചു വെക്കും തലേ ദിവസം രാത്രിയിൽ. പിന്നെ അതിന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാനതിനെ തിളപ്പിച്ച് വാർത്തെടുക്കുകയുള്ളൂ. നന്നായിട്ട് തിളച്ചതിന് ശേഷം വാർത്തെടുക്കുകയുള്ളൂ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ചായ എല്ലാം റെഡിയായി. അപ്പം നമുക്ക് ചായ എല്ലാം ഒന്ന് കുടിച്ചതിന് ശേഷം നമുക്ക് വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ്. ബീട്രൂട്ടാണെന്ന് അവന് തോരൻ വേണ്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ബീട്രൂട്ട് തോരനും വെച്ച് തോരന് വേണ്ടിയിട്ട് ബീട്രൂട്ട് കട്ട് ചെയ്യുകയാണ്. ഒരു ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് തരാനായിട്ട് അതിനെ പിന്നെ ചോപ്പറിൻ്റെ അകത്ത് വെച്ച് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കും. അപ്പം നമുക്ക് നന്നായിട്ട് ചെറുതായിട്ട് കിട്ടും. നമ്മുടെ സമയവും ലാഭമുണ്ട്, നമുക്ക് പെട്ടെന്ന് നമ്മുടെ പണിയും തീരും. അങ്ങനെ അതും കട്ട് ചെയ്തതിന് ശേഷം ഇടിയപ്പവും രാവിലത്തെ കാപ്പിക്കുള്ള ഇടിയപ്പമാണ്. അതിനുള്ള വെള്ളവും വെച്ച് ഇടിയപ്പത്തിന് വെള്ളം വെച്ച് അതിൻ്റെ ഉപ്പും ഒക്കെ ഇട്ട് 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2 ഗ്ലാസ് പത്തിരിപ്പൊടി മതി, ഞങ്ങൾക്ക് 4 പേരല്ലേ ഉള്ളൂ. അതിന് നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് വാട്ടി കുഴച്ച് അതിനൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അതൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്ക് അതൊന്ന് കൈകൊണ്ട് പിടിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ചൂടല്ലേ. ആ സമയമായപ്പോഴത്തേക്കും ഞാൻ ചോറും തിളച്ചു, ചോറൊക്കെ വാർത്തു. പിന്നെ വന്നത് തുണിയൊക്കെ വാഷിംഗ് മെഷീൻ്റെ അകത്തേക്ക് ഇട്ട് ഇട്ടിട്ട് വന്നു. അപ്പം നമുക്ക് വെജിറ്റബിൾസിൻ്റെ ചോപ്പ് ഞാൻ ആ ബീട്രൂട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ചത് ചോപ്പ് ചെയ്തെടുക്കുവാണ്. അതിനെ ചോപ്പ് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് 3-4 മുളകും ഇട്ട് 3 അല്ലി വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാപ്പിലയും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടിട്ട് അതിനെ ആദ്യമേ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. പിന്നീടാണ് അതിലേക്ക് തേങ്ങ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പോഴത്തേനും നമ്മുടെ ഇടിയപ്പത്തിനുള്ള പൊടിയെല്ലാം തണുത്ത് ഞാൻ നന്നായിട്ട് അതിങ്ങനെ കൈ കൊണ്ട് കുഴച്ച് നന്നായിട്ട് നമ്മൾ എടുക്കണം. എന്നിട്ട് ഇടിയപ്പത്തിൻ്റെ തട്ടയിലോട്ട് എല്ലാ തട്ടയിലേക്കും തേങ്ങ കുറേശ്ശെ ഓരോ സ്പൂൺ വെച്ച് തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് നമ്മൾ ചെറിയ ഉരുളകളായിട്ട് അതിൻ്റെ ഉരുട്ടി അതിലേക്ക് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കറക്കിയെടുക്കണം. അതെല്ലാം കറക്കിയെടുത്ത് പിന്നെ അപ്പച്ചമ്പിലേക്ക് ആവി കയറ്റാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അത് ആവി കയറ്റാനായിട്ട് അവിടെ എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ പച്ചക്കറിക്കുള്ള കടുകും പൊട്ടിച്ച് വറ്റൽമുളകും ഇട്ട് കടുകെല്ലാം പൊട്ടിച്ച് അതിനുള്ള തേങ്ങ അരപ്പും അതിൻ്റെ അകത്തേക്ക് ഇട്ട് മുക്കാനായിട്ട് അരപ്പും വെച്ച് ബീട്രൂട്ടും അതിലേക്കിട്ട് ലേശം വെള്ളം ഒഴിച്ച് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി പാകത്തിന് ഉപ്പൊക്കെ എടുത്ത് ഒഴിച്ച് അതിനെ ഇളക്കിയെടുത്ത് അതിനെ അടച്ച് വെച്ചു. പിന്നീട് എനിക്ക് ഒത്തിരി പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകുക, അതാണ് ഏറ്റവും പാട്. എല്ലാ പാത്രങ്ങളും ഉണ്ടല്ലോ നമുക്ക് കഴുകാനായിട്ട് ഇഷ്ടംമാതിരി. അപ്പോൾ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എടുത്ത് വെച്ച് അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി എല്ലാം അടിച്ച് തുടച്ചെല്ലാം എടുത്ത് പറഞ്ഞപ്പോഴത്തേനും ബാക്കി എൻ്റെ മാക്സിമം ഒരു പണികളെല്ലാം ഒരുമാതിരി കഴിഞ്ഞു. അപ്പോൾ അവന് ഇന്ന് മുട്ട മതി, വെജിറ്റബിൾസിൻ്റെ കൂടെ മുട്ട പൊരിച്ചത് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്നിട്ട് ചോപ്പറിലേക്ക് ഇട്ട് തന്നെ സവോളയും പച്ചമുളകും കരിയാപ്പിലയും 2 മുട്ടയും പൊട്ടിച്ച് കുരുമുളകും ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ചോപ്പറിലേക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തു. അപ്പോൾ ആ അങ്ങനെ ചെയ്യുമ്പോൾ നന്നായിട്ട് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വരും മുട്ട. അപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ച് വെച്ച് അത് തന്നെ അടച്ച് വെച്ച് പതുക്കെ സ്ലോയിൽ വേവിക്കാൻ വെച്ചു. ആ സമയത്തേന് നമ്മുടെ ഇടിയപ്പമൊക്കെ ഒന്ന് ആയി. അതിലേക്ക് ഞാൻ അതിനെ കാസറോളിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ കാസറോളിലേക്ക് മാറ്റി വെച്ച ഇന്നത്തെ ഇടിയപ്പവും ബീഫ് കറിയുമാണ് ഇന്നത്തെ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നീട് അവൻ്റെ ചോറും എടുത്ത് വെച്ച് അവനുള്ള ടിഫിനും കെട്ടി മുട്ടയും ബീറ്റ്റൂട്ട് തോരനും മോരുകറിയും ഒരു പാത്രത്തിലാക്കി വെച്ച് അവൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നീട് അലക്കിയ തുണിയെല്ലാം ഒന്ന് എടുക്കാനൊക്കെ ആയിട്ട് പോയി. അങ്ങനെ എൻ്റെ പണികളെല്ലാം ഇന്നത്തെ ഹാഫ് ഡേ റൊട്ടീൻ എല്ലാം കഴിഞ്ഞു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവരെ എന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.